എന്നാലും എന്നെ കൊണ്ട് നിനക്കൊരു വീടുണ്ടാക്കി തരാൻ കഴിഞ്ഞില്ലല്ലോ. അതൊക്കെ ഓർത്തപ്പോ നിങ്ങളുടെ കൂടെ പോകുന്നപ്പോൾ തൊട്ട് ഞാൻ നീ പരിപാടി വിട്ടതല്ലേ, പിന്നെ എന്തിനാ ഇപ്പം അതിനെക്കുറിച്ച് ഓർത്തൊരു സെൻറ്റിമെൻറ്റ്സ്? അതുമല്ല, ഇത് ഫുള്ള് ഷെയർ അല്ലല്ലോ, ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ കൂടി ഉണ്ടല്ലോ. അത് അധ്വാനമല്ലല്ലോ, ഭാഗ്യമല്ലേ. എല്ലാ കാര്യത്തിനും ഇങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന സ്വഭാവം നിനക്ക് വിടാറായില്ലടാ പട്ടി. പട്ടി നീയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റൊമാൻറ്റിക്കായി. ചേച്ചി ശവം ഒന്ന് ചാർജ് ആയി വരുമ്പോൾ എടോ ആദ്യം ബാറ്ററി ഒന്ന് ഫുള്ളാവട്ടെ, എന്നിട്ട് വേണം ചാർജ് ചെയ്യല്. അത് സ്കൂളിൽ പോടോ. താങ്ക്സ് ചേച്ചി, കഴിക്കാം. അയ്യോ എന്തൊരു ഭവ്യത, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച പോലെ ഉണ്ട്. അല്ല, എനിക്ക് മാത്രമുള്ള ഫുഡ്, അപ്പൊ നിങ്ങളോ? അല്ല, മോളെണീക്കുമല്ലോ, അപ്പൊ നീ കഴിച്ച് ഫ്രീ ആവുമ്പോ കൊച്ചിൻ്റെ ഇറക്കാലോ. ഓ, ഓർക്കിട്ട് നിങ്ങൾ ഉറങ്ങൂലോ. ചേച്ചി ഒന്ന് കഴിക്കി, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. രണ്ടുപേരുടെയും കയ്യിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ആ കുപ്പി അകത്താക്കണം, ഞാൻ അറിയാനും പാടില്ല അല്ലേ? അതിനിങ്ങനെ ഓവർ ആക്കുന്നത് എന്തിനാണ്? രണ്ടുപേരുടെ ആക്ടിങ് ഭയങ്കര മോശമായി പോയി. ആ പിന്നൊരു കാര്യം, ആവശ്യത്തിന് കുടിച്ചാൽ മതി. ഇവിടെ ഞാനും കൊച്ചും ഒറ്റക്കാണ്, ഞങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ. അപ്പോൾ അടിച്ച് കിണ്ടിയാവാതെ നോക്കണം. പിന്നെ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാനും അടിച്ചേനെ, പക്ഷെ എനിക്ക് പറ്റില്ലല്ലോ. പറഞ്ഞേട്ടാ, തന്റെ പെർഫോമൻസ് മോശം. നീ പോടാ പട്ടി. ഇങ്ങോട്ട് പോകുന്നപ്പോ ഒരിത്തിരി വെള്ളം കിട്ടാനായിട്ടൊരു കട പോലും ഇല്ല. അതുകൊണ്ടല്ലേ ഞാൻ എല്ലാം മുൻകൂട്ടി സ്റ്റോക്ക് വെച്ചേക്കണേ. പറ മോനെ ജോയ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? അളിയാ, സ്വിഗ്ഗി ഇല്ല, സൊമാറ്റോ ഇല്ല, പിന്നെ നല്ല നാടൻ കഫയും ചെയ്യുമ്പോൾ ഒരു നല്ല വൈബ് ലൈഫ്. പിന്നെ ദൈവം സഹായിച്ച് റേഞ്ച് പോയി കിട്ടും ഇടയ്ക്ക്. അങ്ങനെ ആകെ മൊത്തം ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ലൈഫ്.